നമസ്കാരം. LPG സിലിണ്ടർ നിറയ്ക്കാൻ വായ്പ എടുക്കേണ്ടി വരുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്നാൽ നിലവിലെ സാഹചര്യം ഈ അവസ്ഥയിലേക്കാണ് സാധാരണക്കാരെ എത്തിക്കുന്നത്. രാജ്യത്തെ വാണിജ്യ LPG സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. ഇനി 19 കിലോ സിലിണ്ടർ വാങ്ങാൻ 3000 രൂപയ്ക്ക് മുകളിൽ നൽകേണ്ട അവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇതിന് ചുവടുപിടിച്ച് ഹോട്ടൽ മേഖലയിലും വിലക്കയറ്റം ഉറപ്പായിരിക്കുകയാണ്. അതേസമയം പശ്ചിമേഷ്യയിൽ സംഘർഷ സാഹചര്യങ്ങൾക്ക് അയവില്ലാത്ത സ്ഥിതി തുടരുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ നാവിക ഉപരോധം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഇറാൻ. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു മണി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്ത് വാണിജ്യ പാചകവാതക സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടി. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപയാണ് വർദ്ധിപ്പിച്ചത്. 5 കിലോഗ്രാം ഫ്രീ ട്രേഡ് LPG സിലിണ്ടറുകളുടെ വില 261 രൂപയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഫെബ്രുവരിയിൽ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇത് 3ാം തവണയാണ് വാണിജ്യ സിലിണ്ടർ വില വർദ്ധിപ്പിക്കുന്നത്. അതേസമയം ഗാർഹിക പാചകവാതക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. ഇന്നത്തെ വർധനവോടെ വാണിജ്യ സിലിണ്ടറിന് 3085 രൂപയാണ് കൊച്ചിയിലെ പുതിയ വില. തിരുവനന്തപുരത്ത് 3106 രൂപയും കോഴിക്കോട് 3117 രൂപയുമായി. ദില്ലിയിൽ 19 കിലോ വാണിജ്യ സിലിണ്ടറിൻ്റെ വില 3071.50 രൂപയായും മുംബൈയിൽ 3024 രൂപയായും ഉയർന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന ഈ വില വർധനവ് ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, മറ്റു ചെറുകിട വ്യവസായങ്ങൾ എന്നിവയെ സാരമായി ബാധിക്കും. പ്രവർത്തന ചെലവ് കുത്തനെ ഉയരുന്നതോടെ വിലക്കയറ്റത്തിന് സാധ്യതയുണ്ട്. അതേസമയം പെട്രോൾ, ഡീസൽ വിലകളിൽ നിലവിൽ മാറ്റമില്ല. നിലവിൽ പ്രീമിയം പെട്രോൾ, അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കുള്ള ഇന്ധനം എന്നിവയ്ക്ക് ആഗോള വിപണിക്ക് അനുസൃതമായ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് $120 മുകളിൽ തുടരുകയാണ്. ഹോർമുസ് കടലിടുക്കിലെ നാവിക ഉപരോധം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് അന്ത്യശാസനം നൽകി ഇറാൻ. ഉപരോധം യുദ്ധത്തിന് തുല്യമാണെന്നും ഇനിയും ക്ഷമിക്കാനാകില്ലെന്നും പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകി. പശ്ചിമേഷ്യയിൽ അമേരിക്ക പരാജയപ്പെട്ടെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനി വ്യക്തമാക്കിയതോടെ മേഖലയിലെ സംഘർഷ സാധ്യത കനക്കുകയാണ്. മിസൈൽ, ആണവശേഷികളിൽ അമേരിക്കയ്ക്ക് വഴങ്ങില്ലെന്നും ഖമേനി വ്യക്തമാക്കിയിരുന്നു. ഹോർമുസ് നിയന്ത്രിക്കാൻ ഇറാൻ ഏർപ്പെടുത്തിയ പുതിയ സംവിധാനം മേഖലയ്ക്ക് പുരോഗതി നൽകുമെന്നും ഭാവിയിൽ അമേരിക്കയ്ക്ക് മേഖലയിൽ സ്ഥാനമുണ്ടാകില്ലെന്നുമാണ് പരമോന്നത നേതാവിൻ്റെ സന്ദേശത്തിൽ പറയുന്നത്. ഇതോടെ അമേരിക്ക ഇറാൻ സമാധാന ചർച്ചകളുടെ സ്ഥിതി എന്താകുമെന്നതിൽ ആകാംക്ഷ ഏറിയിരിക്കുകയാണ്. US ഇറാൻ സംഘർഷത്തിന് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടിയതോടെ കപ്പൽ കമ്പനികൾ പുതിയ സമുദ്രപാതകളെ ആശ്രയിച്ചു തുടങ്ങിയതായി റിപ്പോർട്ട്. ചരക്കു നീക്കത്തിനായി മരുഭൂമിയിലെ പുതിയ പാതകൾക്കൊപ്പം കടലിലെ പുതിയ പാതകളും പരീക്ഷിക്കുകയാണ് ലോകരാജ്യങ്ങൾ. ഇതോടെ ആഗോള കണ്ടെയ്നർ കപ്പൽ ഗതാഗതത്തിന്റെ ഒരു കേന്ദ്രമായി ആഫ്രിക്ക മാറിക്കൊണ്ടിരിക്കുകയാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഫെബ്രുവരി 28 ആരംഭിച്ച യുദ്ധത്തെ തുടർന്ന് കപ്പൽ ഗതാഗത മേഖലയിൽ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. കഴിഞ്ഞ 2 മാസമായി നിലനിൽക്കുന്ന ഉപരോധം മൂലം കടൽ മാർഗം ഗൾഫ് രാജ്യങ്ങളുടെ തീരങ്ങളിൽ എത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ ഭക്ഷ്യവസ്തുക്കളുടെയും മറ്റു ഉൽപ്പന്നങ്ങളും ട്രക്കുകൾ വഴി എത്തിക്കുന്നതിന് ബദൽ കരമാർഗങ്ങൾ കണ്ടെത്താൻ കപ്പൽ ഉടമകളെ പ്രേരിപ്പിച്ചിട്ടുണ്ടെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നു. പശ്ചിമേഷ്യ യുദ്ധഭീതിയെ തുടർന്ന് പൗരന്മാർക്ക് 3 രാജ്യങ്ങളിലേക്ക് യാത്രാ വിലക്ക് ഏർപ്പെടുത്തി UAE. ഇറാൻ, ലെബനൻ, ഇറാഖ് എന്നീ രാജ്യങ്ങളിലേക്കുള്ള യാത്ര പാടില്ലെന്ന് UAE പൗരന്മാർക്ക് നിർദ്ദേശം നൽകി. നിലവിൽ ഈ രാജ്യങ്ങളിലുള്ള എല്ലാ UAE പൗരന്മാരും ഉടൻ തന്നെ UAEയിലേക്ക് മടങ്ങണമെന്നും വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. വിദേശത്തുള്ള തങ്ങളുടെ പൗരന്മാരുടെ ക്ഷേമം നിരീക്ഷിക്കുന്നതിനും അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായാണ് യാത്രാവിലക്കെന്ന് UAE അറിയിച്ചു. പൗരന്മാരെ സംരക്ഷിക്കുന്നതിനായി നടപ്പിലാക്കുന്ന മുൻകരുതൽ നടപടികളുടെ ഭാഗമായാണിതെന്നും UAE വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഗൾഫ് രാജ്യങ്ങളിലേക്ക് വിമാന സർവീസുകൾ പുനരാരംഭിച്ച എയർ ഇന്ത്യ എക്സ്പ്രസ്. കേരളത്തിലെ 4 വിമാനത്താവളങ്ങൾക്ക് പുറമെ അമൃത്സർ, ബംഗളൂരു, ഡൽഹി, ഹൈദരാബാദ്, ജയ്പൂർ, ലക്നൗ, മംഗളൂരു, മുംബൈ, തിരുച്ചിറപ്പള്ളി, വാരണാസി എന്നിവിടങ്ങളിൽ നിന്നും ഗൾഫ് മേഖലയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. ദിവസവും 40-ലധികം സർവീസുകളാണ് ഇന്നു മുതൽ പുനരാരംഭിച്ചത്. ദുബായ്, അബുദാബി, റാസൽ ഖൈമ, ഷാർജ, അല്ലൈറ്റ്, മസ്കറ്റ്, ജിദ്ദ, റിയാദ്, ദമ്മാം, ബഹ്റിൻ, ദോഹ, കുവൈറ്റ് എന്നിവിടങ്ങളിലേക്കാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ പുനരാരംഭിച്ചത്. സർവീസുകൾ കൂടുന്നതോടെ വിമാന നിരക്ക് കുറയുമെന്ന് പ്രതീക്ഷ.
US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മക്കളുടെ കമ്പനിയിൽ നിന്നും ഡ്രോൺ വാങ്ങാൻ കരാർ ഒപ്പിട്ട് US. എയർഫോഴ്സാണ് ഇതുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പിട്ടത്. എത്ര ഡ്രോൺ വാങ്ങാനാണ് കരാർ ഒപ്പിട്ടതെന്ന് വ്യക്തമല്ല. ഇറാൻ യുദ്ധം 3-ാം മാസത്തിലേക്ക് കടക്കുന്നതിനിടെയാണ് ഈ ഇടപാട്. വെസ്റ്റ് പാം ബീച്ച് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പവേഴ്സ് കമ്പനിയിൽ നിന്നും ഡ്രോണുകൾ വാങ്ങാനാണ് US സേന കരാർ ഒപ്പിട്ടത്. ശത്രു ഡ്രോണുകളെ തകർക്കാൻ ഉപയോഗിക്കുന്ന ഡ്രോണുകളാണ് കമ്പനി US സേനയ്ക്ക് വിൽക്കുന്നത്. കമ്പനി ആദ്യമായാണ് ഇത്രയും വലിയൊരു കരാറിൽ ഒപ്പിടുന്നതെന്നും റിപ്പോർട്ട്. എന്നാൽ കരാർ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടാൻ പവേഴ്സ് കമ്പനി ഇതുവരെ തയ്യാറായിട്ടില്ല. എന്നാൽ ഡ്രോൺ വിൽക്കാൻ US പ്രതിരോധ വിഭാഗവുമായി കരാർ ഒപ്പിട്ട വിവരം കമ്പനി വൈസ് പ്രസിഡന്റ് ബ്രൈറ്റ് വെലിഗോച്ച് സ്ഥിരീകരിക്കുകയും ചെയ്തു. അത്യാധുനിക പ്രതിരോധ സാങ്കേതിക വിദ്യകൾ പാകിസ്ഥാനുമായി പങ്കുവയ്ക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് ഇറ്റലിയോട് ആവശ്യപ്പെട്ട് ഇന്ത്യ. ഉഭയകക്ഷി ചർച്ചയ്ക്കിടെ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് ഇറ്റാലിയൻ പ്രതിരോധ മന്ത്രിയോട് ഈ കാര്യം ആവശ്യപ്പെട്ടത്. പാകിസ്ഥാനുമായി പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സഹകരിക്കുന്നത് ഇന്ത്യയുടെ സുരക്ഷാ താൽപ്പര്യങ്ങളെ ബാധിക്കുമെന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി. പാകിസ്ഥാനുമായുള്ള ഏതൊരു പ്രതിരോധ സാങ്കേതിക സഹകരണവും നിർത്തിവെക്കാൻ ഇറ്റലി തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ അയൽപ്പക്കത്തുള്ള തന്ത്രപ്രധാനമായ സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു നിർദ്ദേശം. ഇന്ത്യയുടെ ആശങ്കകൾ പരിഗണിച്ച് ഇറ്റാലിയൻ പ്രതിനിധികൾ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള പ്രത്യേക പ്രതിരോധ സാങ്കേതിക വിദ്യകൾ മറ്റു രാജ്യങ്ങളുമായി പങ്കുവയ്ക്കില്ലെന്ന് ഉറപ്പു നൽകിയതായും പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. ഇന്ത്യക്കായി നൽകുന്ന സാങ്കേതിക വിദ്യകൾ എക്സ്ക്ലൂസീവായി നിലനിർത്തുമെന്നും ഇറ്റലി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടിക്കാഴ്ചയുടെ ഭാഗമായി ഇറ്റാലിയൻ കപ്പൽ നിർമ്മാണ രംഗത്തെ പ്രമുഖരായ ഫിൻകാൻഡിയേരിയുടെ പ്രതിനിധികൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആസ്ഥാനം സന്ദർശിക്കുകയും ചെയ്തു. IT നഗരമായ ബംഗളൂരുവിന്റെ സുരക്ഷ ശക്തമാക്കുന്നതിനായി AI എമർജൻസി ഹെൽപ്പ് ലൈൻ അവതരിപ്പിച്ചു. ബംഗളൂരു പോലീസ് നമ്മ 112 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറാണ് പോലീസ് അവതരിപ്പിച്ചിരിക്കുന്നത്. AI പ്രവർത്തിക്കുന്ന ഒരു ബഹുഭാഷാ സംവിധാനമാണിത്. AI സംവിധാനത്തിൽ എമർജൻസി ഹെൽപ്പ് ലൈൻ ആരംഭിക്കുന്ന രാജ്യത്തെ ആദ്യ പോലീസ് സേനയായി കർണാടക പോലീസ്. ബംഗാളി, മലയാളം, ഗുജറാത്തി, ഒഡിയ, മണിപ്പൂരി, ആസാമീസ്, കശ്മീരി, നേപ്പാളി, ഫ്രഞ്ച്, സ്പാനിഷ്, അറബിക് എന്നിവയുൾപ്പെടെ 10-ലധികം ഭാഷകൾ ഈ സംവിധാനം കൈകാര്യം ചെയ്യും. ഇതോടെ ഭാഷ തടസ്സമില്ലാതെ അടിയന്തര ആവശ്യങ്ങൾ പോലീസിനെ അറിയിക്കാനും സാധിക്കും. അനധികൃത മീൻപിടുത്തം നടത്തിയതിനും പിഴയിനത്തിലും മീൻ ലേലം ചെയ്ത് വിറ്റതിലൂടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഫിഷറീസ് വകുപ്പിന് ലഭിച്ചത് 4.22 കോടി രൂപ. അതിൽ 3.55 കോടി പിഴയിനത്തിലും 67.56 ലക്ഷം രൂപ മീൻ ലേലത്തിലുമാണ് ലഭിച്ചത്. കടൽ തീരമുള്ള സംസ്ഥാനത്തെ 9 ജില്ലകളിൽ തൃശ്ശൂരിൽ നിന്നാണ് കൂടുതൽ തുക ലഭിച്ചത്. പിഴയിനത്തിൽ 89.65 ലക്ഷവും മീൻ ലേലത്തിലെ 28.21 ലക്ഷവും ചേർത്ത് 1.17 കോടി രൂപയാണ് ലഭിച്ചത്. എറണാകുളമാണ് ഇതിൽ രണ്ടാമത്. 1.04 കോടി രൂപയാണ് ഇവിടെ നിന്നും ലഭിച്ചത്. 70.89 ലക്ഷം രൂപ കിട്ടിയ കോഴിക്കോടാണ് മൂന്നാമത്. കടൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ നിയമലംഘന കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോഴിക്കോടാണ്. 106 നിയമലംഘനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 96 നിയമലംഘനങ്ങളുമായി കണ്ണൂരാണ് രണ്ടാമത്. 82 നിയമലംഘനങ്ങൾ രേഖപ്പെടുത്തിയ ആലപ്പുഴയാണ് മൂന്നാം സ്ഥാനത്ത്. പിഴത്തുകയിലും മീൻ ലേലത്തിലും ഏറ്റവും കൂടുതൽ തുക ലഭിച്ച തൃശൂർ ജില്ല 80 നിയമലംഘന കേസുകളുമായി 4-ാം സ്ഥാനത്താണ്. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള റെസ്ക്യൂ സംഘം മീൻപിടുത്തത്തിനിടെയുള്ള അപകടങ്ങളിൽ ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുടെ ജീവൻ രക്ഷിച്ചതും തൃശൂരിലാണ്. 1260 മത്സ്യത്തൊഴിലാളികളെയാണ് തൃശൂരിൽ രക്ഷിച്ചത്. കേരളത്തിൽ വേനൽ മഴ ശക്തമാകുന്നു. മഴ കനക്കാൻ സാധ്യതയുള്ളതിനാൽ ഇന്ന് കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. കടുത്ത ചൂടിന് ആശ്വാസമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും മഴ എത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഉത്തരാഖണ്ഡ്, ബംഗാൾ, പഞ്ചാബ്, അസം എന്നിവിടങ്ങളിൽ ഇന്നലെ ശക്തമായ മഴയാണ് ലഭിച്ചത്. എന്നാൽ മഴയ്ക്ക് ശേഷം താപനില വീണ്ടും ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. അതിനിടെ രാജസ്ഥാനിലെ ജബൽപൂരിൽ ബാർഗി അണക്കെട്ടിലുണ്ടായ ബോട്ട് അപകടത്തിൽ കാണാതായ 8 പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. ശക്തമായ കാറ്റിൽപ്പെട്ട് വിനോദസഞ്ചാരികളുടെ ബോട്ട് മറിഞ്ഞതിനെ തുടർന്ന് 9 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ഇന്നലെ 15 പേരെ രക്ഷപ്പെടുത്തിയിരുന്നു. കാലാവസ്ഥാ വ്യതിയാനമാണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന് പ്രാഥമിക റിപ്പോർട്ട്. സംഭവത്തിൽ ജില്ലാ മജിസ്ട്രേറ്റ് അന്വേഷണത്തിന് ഉത്തരവിട്ടു.
സ്വർണ്ണവിലയിൽ ഇടിവ്. ഗ്രാമിന് 35 രൂപയും പവന് 280 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ 1 ഗ്രാം സ്വർണത്തിന് 13,965 രൂപയും പവന് 1,11,720 രൂപയുമായി. 18 ക്യാരറ്റ് സ്വർണ്ണവിലയിലും ആനുപാതികമായി ഇടിവ് രേഖപ്പെടുത്തി. 18 ക്യാരറ്റ് സ്വർണം 1 ഗ്രാമിന് 11,475 രൂപയും പവന് 91,800 രൂപയുമായി. വെള്ളി 250 രൂപയിലാണ് വ്യാപാരം. ഇതോടെ 1 മണി വാർത്ത സമാപിക്കുന്നു. നമസ്കാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.